Dear students, in the previous class, we have discussed about the importance of marketing communication. In the present competitive marketing situation, every company, in order to carry out effective marketing, not only has to develop good products, price it competitively, make it easily available to the target market, but it must also develop effective marketing communication for disseminating the relevant and pertinent marketing information about the product availability. ദാറ്റ് ഈസ് അതായത് ഒരു കമ്പനി എത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണത് ഇറക്കിയാലും അതിനേറ്റവും റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിലും അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തിയാലും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ കൺസ്യൂമേഴ്സിനേക്ക് എത്തിച്ചില്ല എങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് യാതൊരു യൂട്ടിലിറ്റിയും ഉണ്ടാവില്ല. Therefore, every company, in order to survive and grow, has to play a role in the effective communication in the present competitive environment. അപ്പോൾ ഒരു കമ്പനിക്ക് വിപണിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വളരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു പ്ലേ role of an effective communication, or it must understand the importance of effective communication in the present competitive environment. And the company's communication responsibility of disseminating marketing information goes beyond the target market. It has to communicate to its various marketing intermediaries in its micro as well as macro environment. അപ്പോൾ കമ്മ്യൂണിക്കേഷന് മാർക്കറ്റിങ്ങിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now we are going to study the promotion mix or the elements of promotion mix. One can take a broad or a narrow view of the tools in the marketing communication. Marketers use an array of tools for the purpose of communicating and promoting their products and services. And these tools are used in different proportions by a company at a particular time period. That means one can take a branch or a broad or a narrow view of the tools in the marketing communication. അതായത് ഒരു മാർക്കറ്റർ അയാളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് അരേ ഓഫ് ടൂൾസ്, ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരുപാട് ടൂൾസ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദെയർഫോർ ബ്ലെൻഡിങ് ഓഫ് ദീസ് ടൂൾസ് ഈസ് നോൺ ആസ് പ്രൊമോഷൻ മിക്സ് ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. അപ്പോൾ ഈ ടൂൾസ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ടൂൾസ് അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുക. വി ക്യാൻ ഡിഫൈൻ പ്രൊമോഷൻ മിക്സ് ആസ് ദി ടോട്ടൽ അറേ ഓഫ് ദി ടൂൾസ് അവൈലബിൾ ടു ദി കമ്മ്യൂണിക്കേറ്റർ ഹൂസ് മേജർ റോൾ ഈസ് പെർസ്വാസീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ആ ഒരു കമ്മ്യൂണിക്കേറ്റർ, ദാറ്റ് ഈസ് ദി മാർക്കറ്റർ, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കൺസ്യൂമേഴ്സിനോട് കൺവേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ടൂൾസിൻ്റെ ആകെത്തുകയാണ്, അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ടൂൾസിനെ ആണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രൊഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും, അതല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്ര കോമ്പറ്റീറ്റീവ് ആണെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്തിയാലും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സിനെ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കൺസ്യൂമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് ആ മാർക്കറ്റർക്ക് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് യാതൊരു രീതിയിലുള്ള വളർച്ചാ സാധ്യത അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ആൻഡ് ദീസ് ആർ ദി ടൂൾസ് നോർമലി ക്ലാസിഫൈഡ് അണ്ടർ ദി പ്രൊമോഷൻസ്. In our daily life, we are exposed to various tools of promotion by the companies aiming at communicating one thing or others to us. For example, at home we are exposed to various advertisements like newspapers, watching TV programs, listening radio, or even അങ്ങനെ നമ്മൾ വീട്ടിലുള്ളിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബാഹുല്യം, അതായത് ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളോട് കൺവേ ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നമ്മൾ വീടിൻ്റെ അകത്തായിരിക്കുമ്പോൾ നമ്മളൊരു ടി വി കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലുള്ളിൽ ഇത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, മാഗസിൻസ് വായിക്കുമ്പോഴെല്ലാം നമ്മളെപ്പോഴും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് വീടിൻ്റെ വെളിയിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഏതാണ് പ്രൊമോഷൻ മിക്സിൻ്റെ കോമ്പോണൻസ് ഓഫ്
പ്രൊമോഷൻ മിക്സ്. അപ്പോൾ ഈച്ച് പ്രൊമോഷണൽ ടൂൾ ഹാസ് ഇറ്റ്സ് ഓൺ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോസ്റ്റ്. These promotional tools can be broadly classified as advertising, sales promotion, public relations and publicity, personal selling and direct marketing. അപ്പോൾ ആ മാർക്കറ്റ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പോണൻസ് അതാണ് അതിനെയാണ് നമ്മൾ പ്രൊമോഷണൽ ടൂൾസ് എന്ന് പറയുക. അപ്പോൾ പ്രധാനമായിട്ടും പ്രൊമോഷണൽ ടൂൾസ് 5 തരത്തിലാണ് ഉള്ള പ്രൊമോഷണൽ ടൂൾസാണ് സാധാരണ ഒരു മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. അത് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ ആൻഡ് പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ therefore companies normally adopt all these elements, though the relative importance placed on each element of this promotion mix may differ from company to company. അതായത് സാധാരണ കമ്പനീസ് ഈ എല്ലാ എലമെൻസും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ ഓരോ എലമെൻറ്റിനും റിലേറ്റീവാണ്, ഇമ്പോർട്ടൻസ് റിലേറ്റീവാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രൊഡക്റ്റിന് യോജിച്ച രീതിയിലുള്ള പ്രൊമോഷൻ മിക്സ് ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ദീസ് മേജർ ടൂൾസ് ഓഫ് പ്രൊമോഷൻ മിക്സ് ആർ ഡിഫൈൻഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ബ്രീഫ്ലി. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 5 തരത്തിലുള്ള ടൂൾസാണ് സാധാരണ ഒരു മാർക്കറ്റർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലാദ്യത്താണ് അഡ്വർടൈസിങ്. അപ്പോൾ അഡ്വർടൈസിങ് ഈസ് ഡിഫൈൻഡ് ആസ് എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ മാസ് മീഡിയ അബൌട്ട് എ പ്രൊഡക്റ്റ്, എ സർവീസ് ഓർ ആൻ ഐഡിയ ബൈ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അപ്പം അഡ്വർടൈസിങ് ക്യാൻ ബി യൂസ്ഡ് or usually adopted to build up a long-term image of a brand. ഇപ്പോൾ സാധാരണ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിങ് ഈസ് മെയ്ഡ് ടു ദി വേൾഡ് അറ്റ് ലാർജ്. ഇറ്റ് ഡസ് നോട്ട് മെൻറ്റ് ടു എ സ്പെസിഫിക് ഓർ സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. അത് അഡ്വർടൈസിങ് ഹാസ് 4 distinctive characteristics or distinctive features. The first one is the public presentation. That means unlike personal selling, it is a highly public mode of communication. Advertising is a public mode of communication because many persons receive the same message. Buyers know that their motives for purchasing the product will be publicly understood. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അതാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഈസ് എ പബ്ലിക് പ്രസൻറ്റേഷൻ. ഇറ്റ് ഈസ് മേഡ് ടു ദി വേൾഡ് അറ്റ് ലാർജ്. ഒരു വ്യക്തിയോടല്ല, ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഓരോരുത്തരോടും, അത് ലോകത്തോട് മുഴുവനും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ ഉദ്ദേശിച്ച്, അതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് പബ്ലിക് പ്രസൻറ്റേഷനാണ്. രണ്ടാമത്തത് pervasiveness. Advertising is a pervasive way of communicating the marketing message. It permits the seller to repeat a message many times. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ നമ്മൾ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഇടവേളകളിൽ ആവർത്തിച്ച് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മൾ പല ടി വിയിലൊക്കെ ആണെങ്കിൽ പല പ്രോഗ്രാംസ് വാച്ച് ചെയ്യുമ്പോൾ പല തവണ ഈ സെല്ലർക്ക് ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് നമ്മളെ കാണിക്കാൻ സാധിക്കും. ഇറ്റ് ഓൾസോ അലോസ് ദി ബയർ ടു റിസീവ് ആൻഡ് കമ്പയർ മെസ്സേജ് ഓഫ് അതർ കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് പെർവാസീവ് നേച്ചറാണ്. മൂന്നാമതാണ് ഇറ്റ് ഈസ് എൻ ആംപ്ലിഫൈഡ് എക്സ്പ്രസീവ്നെസ്. ആംപ്ലിഫൈഡ് എക്സ്പ്രസീവ്നെസ് മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡ്രമാറ്റൈസിങ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ബ്രാൻഡ്സ് വിത്ത് യൂസ്ഫുൾ or the artful use of print, sound and color. അത് എക്സാജറേറ്റഡ് എക്സ്പ്രസീവ്നെസ് ആണ്, ആംപ്ലിഫൈഡ് എക്സ്പ്രസീവ്നെസ്. ദാറ്റ് മീൻസ് അതായത് ഉള്ളതിനെ നമ്മൾ പൊലിപ്പിച്ച് കാണിക്കുകയാണ്. അത് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദത്തെ അതിൻ്റെ 10 മടങ്ങായിട്ട് വിപുലീകരിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അത് തന്നെയാണ്, ആംപ്ലിഫൈഡ് എക്സ്പ്രസീവ്നെസ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡ്രമാറ്റൈസിങ് ദി കമ്പനി through the artful use of print, sound and color. ആ ഉള്ളതിനെ അതിൻ്റെ 10 മടങ്ങായിട്ട് പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. ഇപ്പം നമുക്ക് ഏതൊരു പരസ്യം ഒന്ന് വാച്ച് ചെയ്താൽ മനസ്സിലാക്കാവുന്ന ഒന്നാണ്. അതായത് യഥാർത്ഥത്തിലുള്ളതിൻ്റെക്കാളും 100 ഇരട്ടിയായിട്ട് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ അതിൻ്റെ ക്വാളിറ്റീസ്.
അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാന ഒരു ക്യാരക്ടർ എന്നത് ആംപ്ലിഫൈഡ് എക്സ്പ്രസീവ്നെസ്, ഉള്ളതിനേക്കാളും 100 ആവർത്തി ഇരട്ടിച്ച് അതിൻ്റെ ക്വാളിറ്റീസ് എക്സ്പ്രസ് ചെയ്യുകയാണ്. 4-ാമത്തേതാണ് ഇംപേഴ്സണാലിറ്റി. Advertising, despite being public, pervasive, and expressive in nature, and cannot be as a compelling or as personal selling and sales promotion, the audience does not feel obligated to pay attention or to respond. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതൊരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾക്കത് അത് കാണേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാരണം മിക്കവാറും പരസ്യം കാണുമ്പോൾ പേജ് മറിക്കുക അല്ലെങ്കിൽ ചാനൽ മാറ്റുക. കാരണം നമ്മളൊരിക്കലും അത് നമ്മളുടെ ഉത്തരവാദിത്തം, അതായത് നമ്മളോട് പറയുന്നതാണെന്നൊരു ഫീലിംഗ് ഒരിക്കലും അത് കാണുന്നയാളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. നമുക്കത് നമ്മുടെ ഒരു ഒബ്ലിഗേഷനാണ് ആ പരസ്യം വാച്ച് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ ഒബ്ലിഗേഷൻ ആണെന്ന് ഒരിക്കലും അയാൾക്ക് ഫീലിംഗ് ഉണ്ടാവുന്നത്. അഡ്വർടൈസിങ് ഈസ് ഓൺലി ഏബിൾ ടു ക്യാരി ഓൺ എ മോണലോഗ് ആൻഡ് നോട്ട് എ ഡയലോഗ് വിത്ത് ദി ഓഡിയൻസ്. അത് ഒരിക്കലും ഒരു സ്പെസിഫിക് വ്യക്തിയോടല്ല. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും അത് കാണുന്ന ഒരാൾക്കൊരിക്കലും അത് നമ്മളുടെ ബാധ്യതയാണ്, ആ പരസ്യം വാച്ച് ചെയ്യേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് നമ്മൾക്കൊരിക്കലും ഫീൽ ചെയ്യില്ല. നമുക്ക് വേണ്ട എങ്കിൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും അല്ലെങ്കിൽ അടുത്ത ചാനലിലേക്ക് പോകും. അപ്പോൾ അതാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഒരു കമ്പൽഷൻ അല്ല. നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി പ്രൊമോഷൻ മിക്സിലെ 2-ാമത്തെ എലമെൻ്റാണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ വെറൈറ്റി ഓഫ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് ടു എൻകറേജ് ട്രയൽ ഓർ പർച്ചേസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. All the sales promotion tools include coupons, contest, premiums, something like that. അപ്പോൾ ആ ഒരു ഒരു ഇൻസെൻറ്റീവാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ആ ബയറെ പേഴ്സുവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ എൻകറേജ് ചെയ്യുന്ന ഒരു ഇൻസെൻറ്റീവാണ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ്റെ ബെനഫിറ്റ്സ്, സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് കസ്റ്റമർക്ക് അല്ലെങ്കിൽ കൺസ്യൂമർക്കുള്ള ബെനഫിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 1-ാമത്താണ് കമ്മ്യൂണിക്കേഷൻ. It attracts consumer attention and provides information that may lead to consumer to buy the product. എപ്പോഴും ഈ ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ് പ്രൊമോഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ആ ഡീലർ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റർ അത് കൺവേ ചെയ്യാൻ വേണ്ടി, ആ കൺസ്യൂമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രമിച്ചിരിക്കും. ഇപ്പോൾ അവരൊരു കോൺടെസ്റ്റ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫർ, അല്ലെങ്കിൽ കൂപ്പൺ, അല്ലെങ്കിൽ പ്രീമിയംസ്, എന്താണോ അവർ ആ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ, അത് കൃത്യമായിട്ടും കൺസ്യൂമറിലേക്ക് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ബയറിലേക്ക്, പ്രോസ്പെക്റ്റീവ് ബയറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. 2-ാമത്താണ് ഇൻസെൻറ്റീവ്. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് സം കൺസെഷൻസ് ഓർ ഇൻഡ്യൂസ്മെൻറ്റ് ദാറ്റ് ഗിവ്സ് വാല്യൂ ടു ദി കൺസ്യൂമർ. അപ്പോൾ ആ ഒരു സെയിൽസ് പ്രൊമോഷൻ എപ്പോഴും ഒരു ഇൻസെൻറ്റീവാണ് അല്ലെങ്കിൽ ഒരു കൺസെഷനാണ്. അത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി കൺസ്യൂമറെ ഇൻഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസെൻറ്റീവാണ്. 3-ാമത്തത് ഒരു ഇൻവിറ്റേഷനാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇൻവിറ്റേഷൻ ടു എൻഗേജ് ഇൻ ദി ട്രാൻസാക്ഷൻ. അപ്പോൾ അവരെ ആ ഒരു ട്രാൻസാക്ഷനിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്യൂമർക്കുള്ള ഗുണങ്ങൾ ഇതാണ്. അത് കൃത്യമായിട്ടും അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും, അവർക്കൊരു ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കും, അതൊരു ഇൻവിറ്റേഷനാണ്. അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ വാസ് യൂസ്ഡ് ആസ് ആൻ അഡ്ഹോക്ക് കളക്ഷൻ ഓഫ് സെയിൽസ് ടൂൾസ് ടു സ്റ്റിമുലേറ്റ് ഷോർട്ട് ടൈം ഡിമാൻഡ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ഹോക്ക് കളക്ഷൻ. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ സ്പെഷ്യൽ പർപ്പസ്, അതായത് ആ ഒരു സെയിൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു അഡ്ഹോക്ക് കളക്ഷനാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നൗ കമ്പനീസ് ആർ യൂസിങ് ദിസ് പ്രൊമോഷൻ ടൂൾ വെരി ഓഫൺ ആൻഡ് ഇറ്റ്സ് ഹാസ് ബഡ്ജറ്റ് ഹാസ് ഇൻക്രീസ് ഓവർ പീരിയഡ് ഓഫ് ടൈം. സെയിൽസ് പ്രൊമോഷൻ ഹാസ് എ വൈറ്റൽ റോൾ ഇൻ ദി ഇൻട്രൊഡക്ഷൻ ആൻഡ് ദി മച്യൂരിറ്റി സ്റ്റേജ് ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെങ്കിലും അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ മച്യൂരിറ്റി സ്റ്റേജിലാണെങ്കിലും ഒരുപോലെ യൂസ്ഫുള്ളാണ്, അല്ലെങ്കിൽ കമ്പനീസ് ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സെയിൽസ് പ്രൊമോഷൻ ഡിവൈസസ്. 3-ാമത്താണ് പബ്ലിക് റിലേഷൻ ആൻഡ് പബ്ലിസിറ്റി. It is defined as a variety of programs designed to promote or protect a company's image or its individual products. This appeal of public relations and publicity is based on 3 distinctive qualities.
അതായത് പബ്ലിക് റിലേഷൻ അഡ്വർടൈസ്മെൻറ്റുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അഡ്വർടൈസ്മെൻറ്റിന് കൃത്യമായിട്ടും ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ പബ്ലിസിറ്റി ഒരു അൺപെയ്ഡ് ആണ്, അൺസൈൻഡ് മെസ്സേജ് ആണ്. ഈവൻ ദോ ഇറ്റ് മേ ബി യൂസ് as സെയിം മാസ് മീഡിയാസ് അഡ്വർടൈസിങ്, പബ്ലിസിറ്റി ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് പബ്ലിസിറ്റി ഒരിക്കലും അതിൻ്റെ ആ ഒരു കൊടുക്കുന്നത്, പബ്ലിസിറ്റി ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി മീഡിയ. അതൊരിക്കലും പ്രൊഡ്യൂസറുടെ കയ്യിലല്ല. അത് എന്താണ്, മീഡിയയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പെയ്ഡ് ഫോം അല്ല, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, പ്രധാന അഡ്വർടൈസ്മെൻറ്റും പബ്ലിസിറ്റിയും തമ്മിലുള്ള, അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോഴും ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നേരെ മറിച്ച് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ദി മെസ്സേജ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് മീഡിയ ആൻഡ് നോട്ട് കൺട്രോൾഡ് ബൈ ദി കമ്പനി. അപ്പം പബ്ലിസിറ്റി ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ ഉൽപാദകൻ അല്ലെങ്കിൽ മാർക്കറ്റർ കൊടുക്കുന്ന ഒരു പരസ്യമല്ല, മറിച്ച് മീഡിയാസ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. നമുക്കറിയാം, പുതിയൊരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച്, അതിൻ്റെ യൂസ്ഫുൾനെസ്സിനെ കുറിച്ച് ഒക്കെ ചില മീഡിയാസ് അവരുടെ മീഡിയാസിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതാണ് പബ്ലിസിറ്റി. അതൊരിക്കലും ആ മാർക്കറ്റർ കൊടുക്കുന്ന പരസ്യമല്ല, അല്ലെങ്കിൽ ആ മാർക്കറ്റർ ആ പബ്ലിസിറ്റിയുടെ മേലെ യാതൊരു കൺട്രോളും ഇല്ല. അത് മുഴുവനും മീഡിയാസിൻ്റെ കയ്യിലാണ്. അപ്പോൾ പബ്ലിസിറ്റിക്ക് അഡ്വർടൈസ്മെൻറ്റിനെ അപേക്ഷിച്ച് ഹൈ ക്രെഡിബിലിറ്റി ഉണ്ട്. ആൻഡ് എബിലിറ്റി ടു ക്യാച്ച് ബയേഴ്സ് ഓഫ് ഗാർഡ്. പബ്ലിസിറ്റി ക്യാൻ റീച്ച് ടു മെനി പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓർ അതർവൈസ് അവോയ്ഡ് സെയിൽസ് പേഴ്സൺസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് ഒരു പക്ഷേ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസിനെയൊക്കെ നമ്മൾ വെറുപ്പോടെ കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളുടെ ഈ പബ്ലിസിറ്റി എപ്പോഴും നമ്മൾക്കറിയാം, അതൊരു എന്താണ്, പരസ്യവാചകമല്ല. അതിന് ഒരു തേർഡ് പേഴ്സണാണ് അദ്ദേഹം. അതായത് their marketers spend a lot of time and effort in getting news items and articles placed in newspapers and broadcasted so that the favorable image of the company is created. അത് കമ്പനിയെക്കുറിച്ച് മൂന്നാമതൊരാൾ പറയുകയാണ്. അപ്പോൾ ഒരു ഫേവറബിൾ ഇമേജ് അഡ്വർടൈസ്മെൻറ്റിനേക്കാളും സെയിൽസ് പ്രൊമോഷനേക്കാളും കൺസ്യൂമറുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിസിറ്റിക്ക് സാധിക്കും. കാരണം അത് ഒരു പെയ്ഡ് ഫോം ഓഫ് അഡ്വർടൈസ്മെൻ്റ് അല്ല. ഇനി നാലാമത്താണ് പേഴ്സണൽ സെല്ലിംഗ്. Personal selling is defined as an oral presentation in a conversation with one or more prospective buyers for the purpose of making sales. Personal selling is a person-to-person dialogue between buyer and seller, where the purpose of this face-to-face contact is to persuade the buyer to accept a point of view or to convince the buyer to take a specific course of action. In other words, personal selling is a person-to-person process by which the seller learns about the prospective buyer's wants and seeks to satisfy them by making a sale. അപ്പം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ബയറും സെല്ലറും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ദിസ് പേഴ്സണൽ സെല്ലിംഗ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ കൺഫ്രണ്ടേഷൻ, കൾട്ടിവേഷൻ, റെസ്പോൺസ്. അതായത് മറ്റ് ടൂൾസിനെ, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ ടൂൾസിനെ അപേക്ഷിച്ച് പേഴ്സണൽ സെല്ലിങ്ങിലുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ പേഴ്സണൽ കൺഫ്രണ്ടേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് ആൻ എലൈവ്, ഇമ്മീഡിയറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെല്ലർ ആൻഡ് ദി ബയർ. അപ്പോൾ നമ്മൾ അത് ലൈവായിട്ടാണ്, അല്ലെങ്കിൽ ആ ബയറുടെ റെസ്പോൺസ് എന്താണെന്ന് കൃത്യമായിട്ടും ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഈച്ച് പാർട്ടി ഈസ് ഏബിൾ ടു ഒബ്സർവ് ആൻഡ് ക്ലോസ് ഹാൻഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നീഡ്സ് ഓഫ് അതർ പാർട്ടി ആൻഡ് ക്യാൻ മേക്ക് ഇമ്മീഡിയറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ പേഴ്സണൽ സെല്ലിങ്ങിന് മറ്റ് ടൂൾസിനെ അപേക്ഷിച്ചുള്ള ബെനിഫിറ്റ് അതാണ്. നമ്മൾക്ക് ആ ബയറുടെ റെസ്പോൺസ് എന്താണെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഈസ് ആൻ ആർട്ട് ആൻഡ് വൺ ഷുഡ് യൂസ് ദിസ് ആർട്ട് ടു വിൻ ദി കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു സെയിൽസ്മാൻഷിപ്പ്, ഒരു നല്ല സെയിൽസ്മാൻ എപ്പോഴും ഒരു എന്താണ്, സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അവരെ
ബോധ്യപ്പെടുത്താനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. കാരണം നമ്മൾക്ക് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പബ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ നമ്മളുടെ എന്താണ് നേരെ മുന്നേ വന്ന്, അതായത് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്ക് അത് നെഗറ്റീവായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്താണെന്ന് ആ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ സെല്ലർക്ക് അറിയാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ കോൺട്രാസ്റ്റ് വിത്ത് the advertising. Personal selling makes the prospective buyer feel more under obligation to listen to the sales presentation of the salespersons, as he is using up the salesperson's time. The response here is simultaneous. അതായത് ആ ഒരു നമ്മുടെ റെസ്പോൺസ് ആ നിമിഷം തന്നെ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ആ മാർക്കറ്റർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ആൻ അണ്ടർ ഒബ്ലിഗേഷൻ ടു ലിസൺ ടു ദാറ്റ് പേഴ്സൺസ് വോയിസ്. നമുക്കൊരു ബാധ്യത ഉണ്ടാകും. കാരണം നമ്മളുടെ മുന്നിൽ വന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് നിരാകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്ത പേജിലേക്ക് പോകാനോ അടുത്ത പരസ്യത്തിലേക്ക് അടുത്ത ചാനലിലേക്ക് പോകാനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ പേഴ്സണൽ സെല്ലിങ്ങിൽ നമ്മളുടെ റെസ്പോൺസ് മറ്റേയാൾ അല്ലെങ്കിൽ സെല്ലർ അല്ലെങ്കിൽ അഡ്വർടൈസർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കത് ഡിനേ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു അല്ലെങ്കിൽ അത് കേൾക്കേണ്ട ഒരു ബാധ്യത നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ ഇനി 5ാമത്തെ ടൂളാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൂളാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇറ്റ് ഈസ് ദി ലേറ്റസ്റ്റ് അഡീഷൻ ടു ദി പ്രൊമോഷൻ ടൂൾസ് a company may use to communicate the message to the target audience. It can be defined as the use of mail, telephone, fax, email or internet to communicate directly with the solicit response or dialogue from specific customers or prospects. അപ്പം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഹാസ് 4 distinct characteristics. First one, non-public. The message is normally addressed to a specific person. ഡയറക്റ്റ് മാർക്കറ്റിംഗ് മറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിനെ അപേക്ഷിച്ച് ഉള്ള ഡിഫറൻസ് ഇതാണ്. ഇറ്റ് ഈസ് എ നോൺ പബ്ലിക്. ദിസ് മെസ്സേജ് ഈസ് നോർമലി അഡ്രസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ആ ഒരു മെസ്സേജ് നമ്മളെപ്പോഴും ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയല്ല, ആ ഒരു സ്പെസിഫിക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിന് വേണ്ടിയായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ്. ദിസ് മെസ്സേജ് ക്യാൻ ബി പ്രിപ്പയർഡ് ടു അപ്പീൽ ടു ദി അഡ്രസ്ഡ് ഇൻഡിവിജ്വൽ. ആ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ആ ആളെ ക്യാൻവാസ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇംപ്രസ് ചെയ്യുക, ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ആ മെസ്സേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അപ് ടു ഡേറ്റ്. ദി മെസ്സേജ് ക്യാൻ ബി പ്രിപ്പയർഡ് ക്വിക്ക്ലി ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദി ലേറ്റസ്റ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ ആ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ അപ് ടു ഡേറ്റ് ആ ഒരു സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിറ്റുവേഷന് യോജിച്ച രീതിയിൽ നമ്മൾക്ക്, കാരണം അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ ലോകത്തോട് മുഴുവൻ നടത്തുന്നതാണ്. അതിനൊരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോടല്ല, നമ്മൾ അത് കാണുന്ന എല്ലാവരോടുമാണ്. പക്ഷേ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ആ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് വേണ്ടി അയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയലോഗാണ് അല്ലെങ്കിൽ മെസ്സേജാണ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം അനുസരിച്ച് ആ ഡയലോഗ് നമ്മൾക്ക് അപ് ടു ഡേറ്റ് ആക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രാക്റ്റീവ് ദി വൺ ആൻഡ് ദി മെസ്സേജ് ക്യാൻ ബി ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബയേഴ്സ് റെസ്പോൺസ്. അപ്പോൾ നമ്മളുടെ ആ പ്രോസ്പെക്റ്റീവ് ബയറുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾക്ക് ആ ഡയലോഗ് അല്ലെങ്കിൽ ആ മെസ്സേജ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾക്ക് ആ ഡയലോഗ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം ഇതാണ് പ്രൊമോഷൻ മിക്സിൻ്റെ പ്രധാനപ്പെട്ട 5 കോമ്പോണൻസ്. ദാറ്റ് ഈസ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, public relations and publicity, personal selling and direct marketing. Okay students.